വയലൻസുമായി എത്തി ബോക്സ് ഓഫീസിൽ തേരോട്ടം തീർത്ത ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ. ഒടുവിൽ OTT-യിലും ചിത്രം എത്തിയിരിക്കുകയാണ്. സോണി ലിവിലൂടെയാണ് ചിത്രം OTT-യിലെത്തുന്നത്. സിനിമ തിയേറ്ററിൽ കണ്ടവർ പോലും മാർക്കോയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു. കാരണം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത രംഗങ്ങൾ OTT സംപ്രേഷണം ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. എന്നാൽ ആ രംഗങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിച്ച പ്രേക്ഷകർ ഇപ്പോൾ നിരാശരാണ്. തിയേറ്ററിൽ പ്രദർശിപ്പിച്ച അതേ പതിപ്പ് തന്നെയാണ് അണിയറ പ്രവർത്തകർ OTT-യിലും സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾക്ക് അൺകട്ട് പതിപ്പ് പുറത്തിറക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് മാർക്കോയുടെ അണിയറ പ്രവർത്തകർ വിശദമാക്കുന്നത്. OTT പ്ലാറ്റ്ഫോമിൽ മാർക്കോ റിലീസിനെത്തുമ്പോൾ ചിത്രത്തിന്റെ കട്ട് ചെയ്യാത്ത പതിപ്പ് പുറത്തിറക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സിനിമാ നിർമ്മാണ കമ്പനി എന്ന നിലയിൽ അധികാരപ്പെട്ടവരിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും പരാതികളും അവരുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഞങ്ങൾക്ക് അനുസരിക്കേണ്ടതായുണ്ടെന്നും അണിയറ പ്രവർത്തകർ വിശദമാക്കുന്നു. സോണി ലിവിലൂടെ മാർക്കോയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ തങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 100 കോടി കടന്നിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് പോലും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.